ഇന്നുണ്ടല്ലോ ട്രിവാൻഡ്രത്തേക്കാണ് യാത്ര. മാസത്തിലൊരു തവണയെങ്കിലും സ്ഥിരമായി വരുന്ന സ്ഥലം. എൻ്റെ 8 വർഷത്തെ ഓർമ്മകൾ നിൽക്കുന്ന ഇടം. അങ്ങനെ ട്രിവാൻഡ്രത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. കൊച്ചുവേളിയിലായിരുന്നു ട്രെയിൻ നിർത്തിയത്. പിന്നെ അവിടെ നിന്ന് ഊബർ എടുത്തിട്ട് ഹോട്ടലിലേക്ക് പോവായിരുന്നു. ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ഒന്നും വേണ്ടി വന്നില്ല. പെട്ടെന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്തു. റൂമിലെത്തി. റൂം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അങ്ങനെ അടുത്ത 2 ദിവസം ഞാൻ ഇവിടെ ആയിരിക്കും താമസിക്കുന്നത്. റൂമിൽ കയറി അതിനുശേഷം ഫ്രഷായി പെട്ടെന്ന് തന്നെ നല്ല കടുപ്പത്തിലൊരു കോഫി ഉണ്ടാക്കി കുടിച്ചു. പിന്നെ കറൻലി വായിക്കുന്ന ബുക്കും കയ്യിലെടുത്ത് കുറച്ചു നേരം അങ്ങനെ. അപ്പോൾ ആലോചിക്കുകയായിരുന്നു, മനുഷ്യരോളം കടുപ്പം ഈ കാപ്പിക്കില്ല. എങ്കിലും ഇടയ്ക്ക് ചേരുവകളിൽ ഉണ്ടാവുന്ന മാറ്റം ഉണ്ടല്ലോ, കുടിച്ചിറക്കാൻ നമുക്കൊരല്പം ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ മനുഷ്യനായാലും കാപ്പിയായാലും. ഹോട്ടൽ എക്സ്പ്ലോർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജിമ്മിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചുമ്മാ ഒരു ജാടിക്ക് മാസം ഫീ കൊടുത്ത് കടന്തരയിൽ എൻ്റെ ജിമ്മിൽ അടുപ്പിച്ച് 3 ദിവസം പോകാൻ പറ്റാത്ത ഞാനാണ് ഇവിടെ വന്നിട്ട് വർക്കൗട്ട് ചെയ്യാനും. എന്നാലും ജിമ്മിൽ കയറിയ സ്ഥിതിക്ക് ചുമ്മാ ഒരു 10 മിനിറ്റ് ട്രെഡ്മില്ല് യൂസ് ആക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ പോയി. സ്വിമ്മിങ് ഡ്രസ്സൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് സ്വിമ്മൊന്നും ചെയ്തില്ല. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചു നേരം നടന്നു. പിന്നെ ഇവിടുന്ന് നോക്കുമ്പോഴുണ്ടല്ലോ ട്രിവാൻഡ്രം സിറ്റി മുഴുവനായും കാണാമെന്ന് തോന്നും. പിന്നെ ഇതാ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാം കേട്ടോ. അങ്ങനെ ഒരു ദിവസം അവസാനിച്ചിരിക്കുന്നു. എത്ര പെട്ടെന്നാണല്ലേ ടൈം പോകുന്നത്.